നമ്മളൊന്ന് ലേറ്റ് ആയതുകൊണ്ട് ഓട്ടോനാണ് പോണത്. പക്ഷേ ക്ലാസ്സിലെത്തിയപ്പോൾ മാം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാം വരണവരെ ഞാനും മാളും കൂടി എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായിരുന്നു മോൾ ഇത്ര തരം പണി? എന്തായിരുന്നു പഠിച്ചത്? കാൽക്കുലേറ്റർ ആയിരുന്നു പഠിച്ചത്. സമയം തീരെ ചെയ്തില്ലതോ. രാവിലെ 2 hour തിയറി ക്ലാസ്സിന് ശേഷം നമുക്ക് പോസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ സർജറി പോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് വാർഡായതുകൊണ്ട് വാർഡ് പോയി കേസ് എടുത്തിട്ട് സാർക്ക് പ്രസൻറ്റ് ചെയ്യണം. ശരിക്കും വ്ളോഗ് തുടങ്ങിയതിനെ പറ്റി ഒരു അഭിപ്രായം പറയൂ. വളരെ നല്ല അഭിപ്രായം. എങ്ങനെ ഉണ്ടായിരിക്കും? അതൊക്കെ അറിയില്ലല്ലോ, നീല കണ്ടറിയാം. അതെ അതെ. അശ്വതിക്ക് വ്ളോഗ് തുടങ്ങിയതിനെ പറ്റി എന്താ അഭിപ്രായം? അശ്വതി എനിക്ക് ടെൻഷനാണ്. അതെ സുശീല. ശരിക്കൂടി ഞാനെന്റെ ഡീപ് somebody asked me who is this pretty lady and I was like okay I'm standing there മണിയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എല്ലാം കമന്റ് ചെയ്യൂ. ഇത് ചെമ്പരത്തി അല്ല, ഇനി വെക്കേണ്ടി വരും ചിലപ്പോ. ഹായ്. നമ്മൾ വാർഡ് പോണതിന് മുന്നേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പീഡിയാട്രിക്സിന് ക്യാൻറ്റീനിലേക്ക് പോവാണ്. ഇത് മുഖ്യ വേറെ ഒന്നുമില്ലെങ്കിൽ ചായ കുടിക്കണം. ദയവ് ചെയ്ത് എല്ലാവരും അശ്വതിന്റെ വീഡിയോ കണ്ട് സഹായിക്കണം. നമുക്ക് മോണിറ്റൈസേഷൻ കട്ട് കിട്ടുന്നതാണ് നമുക്ക് ചായയുടെ ചിലവ്. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വാർഡിലേക്ക് കേസ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ കേസ് എടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഫൈൻഡിങ്സ് എന്തെങ്കിലും കിട്ടുന്ന കേസ് കിട്ടുമോ നോക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കത് എക്സാമിന് യൂസ്ഫുൾ ആവും. ശരിക്കും ഭയങ്കര ടെൻഷൻ. എന്താണാവോ മുഖം മറിച്ചിട്ട് ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതല്ലേ നേരത്തെ പ്രാക്ടീസ് ചെയ്തോണ്ട്. ഡയഗ്നോസിസ് എന്താണെന്ന് അറിയാത്ത കേസ് കൊണ്ടാണ് അശ്വതി. നമ്മളുണ്ടല്ലോ, നമ്മൾ പെമ്പിള്ളേരെ പോയി കോട്ടിട്ട് സ്റ്റെപ്പൊക്കെ ഇതിൽ നടന്നാൽ നമ്മളെ മാസ്കിനെ വിളിക്കോളൂ, നമ്മളെ സിസ്റ്ററിനെ വിളിക്കോളൂ. ബാക്കി ആമ്പിളറൊക്കെ ഡോക്ടറിനെ വിളിക്കാം. ആ ഇപ്പൊ അങ്ങനെയാണ്. ഞാൻ അവര് മെയിൻലേഴ്സാണ്. ഏതൊരു പെണ്ണുങ്ങൾ ഇപ്പൊ വന്നിട്ട് എന്റെ സിസ്റ്റർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ സിസ്റ്റർ അല്ല, ഞാൻ ഒരു ബെഡ് ടെസ്റ്റ് എടുത്തത്. ശനീന്റെ വധം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം പറഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുക. മാം ഇവിടെ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു പോയാലാണ്. നമ്മൾ ടീച്ചേഴ്സിന് അപാര നോളജ് ഉണ്ട്, നമുക്കൊരു തേങ്ങ അറിയില്ല. അപ്പോൾ അവർക്ക് നമുക്ക് ശുഷ്കാന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിച്ചതിന് ശേഷം നാളെ നമുക്ക് റിപ്പോർട്ടൊക്കെ എടുത്ത് തന്നില്ലേ, നമ്മൾ മൈൻഡ് കൂടി ആക്കൂല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുക. ഫോട്ടോ എടുക്കാം, സെൽഫി. അശ്വനി ടെൻഷൻ പറയാം. ഇനിയുണ്ട്. എങ്ങനെയാണ് കേസ് പ്രസന്റേഷൻ? നല്ലതായിരുന്നു. അവളല്ല കേസ് പറഞ്ഞത് മാത്രമാണ്, ബാക്കി ക്വസ്റ്റ്യനൊക്കെ നമ്മളോട്. ഞാൻ കേസ് പ്രസന്റ് ചെയ്തോണ്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. കാരണം കുറെ ഉത്തരം ഞാൻ പറഞ്ഞു. എന്താ ചെയ്യാ? നമുക്ക് വളരെ ഫ്രീ ആയിട്ടൊരു ദിവസമായിരുന്നു. കാരണം നമ്മുടെ ആഫ്റ്റർനൂൺ ക്ലാസ്സസ് ഒക്കെ ക്യാൻസൽ ആക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ടൊക്കെ ഒരു ഫോട്ടോ കിട്ടുന്ന നല്ല ബാക്ക്ഗ്രൗണ്ടിലൊരു സ്ഥലം നമ്മൾ നോക്കി വെച്ചതായിരുന്നു. ഗൈസ്, തീർത്ഥേൻ്റെ ബാഗ് ഒളിപ്പിച്ച് വെക്കാൻ പോവാണ്. എടാ പൊടിയിലൊന്നും വെക്കണ, തീർത്ത കൊല്ലു നിന്നെ. ഇവിടെ അച്ചോ പൊടിയിലെ. ഞാൻ എന്തോരം തവണ പറഞ്ഞു
You are ഓ എനിക്ക് മേല അത് എനിക്ക് ബ്രില്യന്റ് പോയി കിട്ടിയതാ. എനിക്ക് വയ്യാന്ന് അവരങ്ങനെ പറയാ. കോട്ടയം അല്ലേ? കോട്ടയത്ത് അങ്ങനെയല്ലേ പറയാ? ജസ്റ്റിന് ഇട്ട് നോക്കി കിട്ടിയ എവിടെന്നോ കിട്ടിയതാ. ഞങ്ങൾ രാത്രി ഫുഡ് വേണ്ടെന്ന് പറയാൻ പോകുന്നത്. കാരണം ഇന്ന് നമ്മുടെ ജസ്റ്റിൻ സുജുവിന്റെയും ജോസഫിന്റെയും ബർത്ത്ഡേ ചെലവാണ്. അങ്ങനെ ജസ്റ്റിൻ നമുക്ക് ഫ്രീ ആയി ഫുഡ് മേടിച്ചിരുന്നതാണ്. അത് മറക്കേണ്ടതാണ്, ഞങ്ങൾ മറന്നതാ. ഹലോ അങ്കിൾ, ഇന്ന് നമുക്ക് രാത്രി ഫുഡ് വേണ്ടായിരുന്നു. ഇതൊരു കാര്യത കട്ട് ചെയ്തൊന്നും പറയാണ്ട്. അവന് പൈസ ഇല്ലേ? ജസ്റ്റിൻ റിച്ചല്ലേ? നമുക്ക് ജസ്റ്റിൻ ഇന്ന് ഞാൻ പറഞ്ഞരാ, ഇന്ന് 2 ബർഗർ പറയട്ടെ. അതെന്താ? Why? Because I don't like. Why? Ashamed ആണോ? Ashamed അല്ലേ? I would be embarrassed. എന്നാ I ഞാൻ don't want others to know everything about me. Okay. ഓക്കെ ഫ്ലോർ മാറി ഏറ്റവും മുകളിൽ ടെറസിക്ക് വരണ്ടേ? നോക്കട്ടെ, തീർത്തരം നോക്കട്ടെ. ഈ ആളാണ് പേരൊന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുകയാണ് തോന്നുന്നു. ചെക്കൻ ക്യാമറ കണ്ടപ്പോ നിർത്തി. എങ്ങനെ പറ്റിരുന്നത്? നീ ശ്രദ്ധിച്ച്, നീ എവിടുന്നാ കണ്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ കണ്ട് മാറ്റിയേ? ഞങ്ങള് ചെലവ് ഞങ്ങൾ 2 പേരെയും കൊണ്ട് 1500 എടുക്കണം വിചാരിച്ചായിരുന്നു, ജസ്റ്റിനെയും കൊണ്ടും തീർത്ഥനെയും കൊണ്ടും. പക്ഷെ ഞങ്ങൾക്ക് 2600 മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. മ്യൂസിക് ഒക്കെ ചെന്ന മാതിരിയാണല്ലോ. ഫസ്റ്റ് ജസ്സു ആൻഡ് അശ്വതി. ഓഡിയൻസ് ഒക്കെ ഉണ്ട് കാണാൻ. അയ്യോ അശ്വതി ലാഗായി പോയി. ജസ്സു അശ്വതി ചേർത്ത് ഒരാൾ അവിടെ സ്റ്റക്കാണ്. ഇവിടെ ഇവര് ഗെയിം കളിക്കണ്ടെങ്കിലും ഇവിടെ ഒരാള് കാണിയുണ്ട്. ജസ്റ്റിന് ഈ ഒരു സംഭവത്തിൽ കയറണം എന്നാ പറയണത്. ഇത് കുട്ടികൾക്ക് കയറാനുള്ളതാണെന്നാ തോന്നുന്നത്. നമുക്ക് ജസ്റ്റിന് കയറണം എന്ന് പറയുന്ന വാശി. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എളുപ്പമൊന്നുമല്ല, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇഷാക്ക് ഇന്ന വീഡിയോ എടുക്ക. ഇഷാക്ക് വീഡിയോ എടുക്ക. ഞാനും ഉണ്ട്. ഇതാരെങ്കിലും വീഡിയോ എടുക്ക. എനിക്ക് കളിക്കണം. ഞാൻ 3 വരുന്നില്ല. ഞങ്ങൾ 2 പേര് തന്നെ കളിക്കുന്നേ. അവളൊന്നുമില്ല. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. നമ്മളവിടെ
എനിക്കതാണ് സംശയം. പ്രോസ് ഒരു ചെരുപ്പ് കമ്പനിയാണ്. അവിടെ കാണിക്കൂ. കാണിച്ചു തരാം. ആ കാണുന്ന പ്രോസ് ചെരുപ്പ് കമ്പനിയാണോ ജസ്റ്റിനൊരു ഡൗട്ട്. ചേട്ടാ നമ്മളെ സീറ്റ് ചേട്ടാ. അമ്മയും കുഞ്ഞും ഗർഭിണി. ഇത് ഗർഭിണി, ഇത് അമ്മ. ഇത് കുളിക്കാൻ തോർത്തില്ല. നമ്മൾ ഉച്ചയ്ക്ക് റോയൽ എക്സിൽ ഓൾറെഡി സെക്കൻഡ് ആയിട്ടുള്ള സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ. മാസം മാസം കറണ്ട് ബില്ലും ഉണ്ട്. അത് അങ്ങനെയൊന്നും നമ്മൾ ഓണാക്കിയിടില്ല. ആവശ്യമുള്ളപ്പോ നമ്മള് അല്ലെങ്കിൽ പൈസ ആവുന്നുണ്ട് ഇതില്. ഇന്ന് നമ്മൾ തീർത്ഥേൻ്റെയും ജസ്റ്റിൻ പോയി ചിലത് കഴിഞ്ഞ് വരുന്നു. ഇറ്റ് വാസ് എ വെരി ഫൺ ഡേ. ഓക്കെ, ബൈ. 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 അശ്വതി ശ്രീനിവാസ്. അവിടെ _രാജീവൻ _